നമസ്കാരം. ശ്രീനിധി ബൊട്ടിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു സ്ട്രേറ്റ് പാൻറിന്റെ കട്ടിംഗ് വീഡിയോ ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അതിന്റെ സ്റ്റിച്ചിങ് വീഡിയോ കാണാം. ആദ്യമായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പാൻറിന്റെ ക്രോച്ച് ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. രണ്ട് ഭാഗവും രണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുക. ഇനി നമുക്ക് അതിന് മുകളിൽ കൂടി ഒന്ന് പതിച്ചടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് രണ്ട് കാലിന്റെയും ഭാഗങ്ങൾ ജോയിന്റ് ചെയ്ത് കൊടുക്കാം. ക്രോച്ച് ഭാഗമാണ് നമ്മൾ ആദ്യമേ ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒരു സൈഡ് മുതൽ മറ്റേ സൈഡ് വരെ നമ്മൾ ഇതേ രീതിയിൽ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ അടിച്ചെടുക്കണം. അതിനുശേഷം നമുക്ക് കാലിന്റെ താഴ്ഭാഗത്ത് നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നമുക്കൊന്ന് ആദ്യം ഒരു 1/4 ഇഞ്ച് ഒന്ന് മടക്കി കൊടുത്ത് നമുക്കതിനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തു കൂടി വീണ്ടും ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് നമ്മളെ താഴെ ഭാഗത്ത് 1.5 ഇഞ്ച് മടക്കി അടിച്ചിരിക്കുന്ന ആ ഭാഗത്ത് ഇവിടെ ഒരു 1.25 ഇഞ്ച് വിട്ട് സൈഡിൽ നിന്ന് ഇങ്ങോട്ട് ഒരു 1/2 ഇഞ്ച് വിട്ട് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് അടിച്ചു കൊടുക്കാം. ആ 1.5 ഇഞ്ച് നമ്മൾ താഴ്ഭാഗത്ത് വിടുന്നത് ഒരു ചെറിയ സ്ലിറ്റ് പോലെ ഇട്ട് കൊടുക്കുന്നതിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ പാൻറ് നമ്മുടെ കാലിൽ കൂടി കയറ്റിയിടുന്നതിന് സാധിക്കും. ഇനി നമുക്ക് താഴെ നമ്മൾ 1.5 ഇഞ്ച് അടിച്ചെടുത്തിട്ടുണ്ട്. വിട്ടിരുന്ന ഭാഗം നമുക്ക് നമ്മൾ താഴെ 1.25 ഇഞ്ച് സ്ലിറ്റ് അടിക്കുന്ന നമ്മുടെ ടോപ്പിനൊക്കെ സ്ലിറ്റ് അടിക്കുന്ന അതേ രീതിയിൽ തന്നെ അടിച്ചു കൊടുത്താൽ മതി. അങ്ങനെ രണ്ട് സൈഡും അടിച്ചെടുക്കണം. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിന് വേണ്ടി നമ്മൾ മുകൾ ഭാഗം 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനെ ആദ്യം നമുക്കൊരു 1/4 ഇഞ്ചിൽ ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. അങ്ങനെ ഫുൾ റൗണ്ട് മടക്കി അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്ന ഭാഗത്തേക്ക് ഒന്നുകൂടി മടക്കി അതിനെ അടിച്ചു കൊടുക്കുക.
അതിനെ നമ്മൾ ഫുൾ റൗണ്ട് മടക്കി അടിക്കരുത്. ഒരു 1/2 ഇഞ്ച് നമുക്ക് ഇലാസ്റ്റിക് കയറ്റി ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വിട്ടിട്ട് വേണം അടിച്ചു കൊടുക്കാൻ. അങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് വിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇലാസ്റ്റിക്കിനെ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1.25 ഇഞ്ച് വീതിയുള്ള ഇലാസ്റ്റിക്കിനെയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഒരു സേഫ്റ്റി പിൻ ഉപയോഗിച്ച് നമുക്ക് ഇത് നമ്മൾ ഈ വിട്ട് കൊടുത്തിട്ടുള്ള ഭാഗത്തു കൂടി ഇലാസ്റ്റിക്കിനെ നമുക്ക് ഉള്ളിലേക്ക് കടത്തി കൊടുക്കണം. ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലാസ്റ്റിക് തിരിഞ്ഞു പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അടുത്ത സൈഡ് ഉള്ളിലേക്ക് കയറി പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഫുൾ റൗണ്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ജോയിന്റ് ചെയ്ത് കൊടുക്കണം. ഇതേ രീതിയിലാണ് നമ്മൾ ഇലാസ്റ്റിക്കിനെ ജോയിന്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇലാസ്റ്റിക്കിനെ നമ്മൾ നന്നായി തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അത് വിട്ടു പോകുന്നതിന് ചാൻസ് ഉണ്ട്. അതിനുശേഷം നമ്മൾ 1/4 ഇഞ്ച് വിട്ടു ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ആ ഭാഗത്തിനെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ഇലാസ്റ്റിക്കിനെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ ചുളിവുകളൊക്കെ ഒരേ രീതിയിൽ കിട്ടത്തുള്ളൂ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഈ ഇലാസ്റ്റിക്കിന്റെ മുകൾ ഭാഗത്തായി ഇലാസ്റ്റിക്കിനെ നന്നായിട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവുകയുള്ളൂ. അതിനുശേഷം ഇലാസ്റ്റിക്കിന്റെ സെന്റർ ഭാഗത്തു കൂടി ഒന്നുകൂടി വലിച്ചു പിടിച്ച് അടിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ രണ്ട് വശത്തും അടിച്ചു കൊടുത്ത് നമ്മുടെ പാന്റിന്റെ ജോലി പൂർത്തിയായിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ പാന്റിന് ഫൈനലി നമുക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യണം. താഴെ കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതാണ്. വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.